ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്ന് എന്റെ ഡെയിലി വ്ലോഗ് 6ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എവിടെയാന്നല്ലേ. ഞാൻ ദേ അമ്മയ്ക്ക് ചെരുപ്പ് എടുക്കാൻ വന്നേക്കാണ് കേട്ടോ. അമ്മയുണ്ട് കേട്ടോ കൂടെ. ഞങ്ങളിപ്പോ വന്നേക്കുന്നത് കൊല്ലം ബഡാ ബസാറിലേക്കാണേ. ചെരുപ്പിന്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അമ്മ ദേ അരിച്ച് പെറുക്കി നോക്കുവാണ്. അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, വാ വന്ന് നോക്കി താന്നൊക്കെ. ഞാൻ പറയും ഞാൻ ഇപ്പൊ എടുക്കുന്ന ചെരുപ്പൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതുകൊണ്ട് അമ്മയായിട്ട് നോക്കുവാ, ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് രസിക്കാന്ന്. അങ്ങനെ ദേ അമ്മ ചെരുപ്പ് നോക്കുന്ന സമയത്ത് ഞാൻ ദേ പാവക്കുട്ടികളുടെ സെക്ഷനിലേക്ക് പോയിട്ടു. അങ്ങനെ ദേ എനിക്കൊരു ചെരുപ്പ് ഇഷ്ടമായിട്ടോ. അപ്പൊ ഞാൻ അമ്മയെ കാണിച്ചപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ ദേ നോക്കി നോക്കി ദേ അവസാനം ഈ ചെരുപ്പ് അങ്ങ് എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. 200 രൂപയുള്ളൂ കേട്ടോ ചെരുപ്പിന്. പിന്നെ ദേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ചെരുപ്പൊക്കെയാണ് കേട്ടോ. ഞാൻ ഒന്നും മേടിച്ചില്ല, ചുമ്മാ നോക്കിയതാ. ക്രിസ്മസ് അടുക്കാറായോണ്ട് അതേ ഷോപ്പിൽ മൊത്തവും ഇതാണ് കേട്ടോ. നല്ല ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും സ്റ്റാർസും ഒരുപാടുണ്ട്. കണ്ടിട്ടാണെങ്കിൽ എനിക്കങ്ങ് ഒരു തരിതരിപ്പ്. ഇവിടെ ദേ പുൽക്കോടൊക്കെ ഒരുക്കി വെച്ചേക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞങ്ങൾ ഇതേ അടുത്തതായിട്ട് മാലയുടെ സെക്ഷനിലേക്ക് പോയേട്ടോ. അനിയത്തിക്ക് ഒരു മാല വാങ്ങണമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണല്ലോ, റോസ് ഗോൾഡിലേക്ക് മാല. അങ്ങനെ ദേ അനിയത്തിക്ക് മാല വാങ്ങിട്ടോ. മാല വാങ്ങിയതിനു ശേഷം ഞങ്ങൾ പിന്നെ ദേ കമ്മൽ നോക്കാനായിട്ട് പോയി. പക്ഷേ കമ്മലൊന്നും എനിക്ക് അത്രയ്ക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടേന്നുമില്ല കേട്ടോ. മാലയൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ അതേ ബസ് കയറി. പിന്നെ ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയതിന് ശേഷം അപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് ഗ്യാസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങളതേ നാരങ്ങ വെള്ളം പറഞ്ഞു കേട്ടോ. അമ്മ ദേ ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കടയിലാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ 20 രൂപയുടെ ഷാർജ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും വന്ന് 20 രൂപയുടെ ഷാർജ് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ ആൻറ്റി അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി എനിക്ക് ഗ്യാസ് കയറിയിരിക്കുക, കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ച് തന്നത്. അങ്ങനെ ആൻറ്റി ഇഞ്ചിയൊക്കെ ചതച്ച് ഇതിനകത്തിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ ഗ്ലാസ് ആണ് കേട്ടോ. ഇത്രയും വലിയ ഗ്ലാസ് കാണുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ നാരങ്ങ ഫുള്ളായിട്ട് കുടിച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ദേ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാനും അമ്മയുടെ വീട്ടിലേക്ക് നടക്കുകയാണെങ്കിൽ ചെറിയ രീതിക്ക് ഒരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഒന്ന് നോക്കാം. അപ്പൊ അമ്മ പീസ് കാണിച്ചാണ് ഇവിടെ. അത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ചിരിയും വന്ന്. ഇത് കണ്ടോ, പൂക്കളെന്ന് വെച്ചാൽ കുഞ്ഞുമണിക്ക് നല്ല ഇഷ്ടമാട്ടോ. എന്നെ പോലെ തന്നെ കുഞ്ഞുമണി. അങ്ങനെ അതേ അമ്മയെ കൊണ്ട് ഞാൻ പൂവൊക്കെ പിച്ചി കേട്ടോ. കുഞ്ഞുമണി വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുഞ്ഞുമണി സോപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഈ കമ്മൽപ്പൂ കണ്ടു കേട്ടോ. പലയിടത്തും പലതാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്തേക്കണേ. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു നൊസ്റ്റു ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ബൈ ബൈ, സീ യു ഉമ്മ.